around, from London to Taiwan. I've been all around the globe trying to protect your soul. Nightmares creep while you and me repeat. This bittersweet heat is suffocating. I'm waiting and always hesitating. Kryptonite desires set my heart afire. Heart on fire. Set my heart afire. With crimson secrets and forbidden bliss, can't stay still, don't stop that thrill. My bones crave your skin, temptation within, mistakes ignite the silence. Nightmares creep while you and me repeat. This bittersweet heat is suffocating. I'm waiting and always hesitating. Kryptonite desires set my heart afire. Heart on fire. Set my heart afire. Connect the dots straight to the stars. അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ GOC പ്രോ ലീഗിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ GOC പ്രോ ലീഗിലെത്തിയിരിക്കുന്ന ടീം മെമ്പേഴ്സിനെയൊക്കെ നമുക്ക് നോക്കാം. സ്ലോട്ട് നമ്പർ 2-ൽ ടെറർ ടീമാണ്. ടെറർ ടീമിലെ സ്ലോട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് മെമ്പേഴ്സ് എല്ലാം. ഇപ്പോൾ ടെറർ സ്റ്റുവർട്ട് ആൻഡ് ഫേസ് അവിടെ എത്തിയിട്ടുണ്ട്. സ്ലോട്ട് നമ്പർ 3-ലെ മെമ്പേഴ്സ് എത്തിച്ചേരാനുണ്ട്. സ്ലോട്ട് നമ്പർ 4-ൽ വാർഗോഡ്, എൻവിയോൺ, മെർമൻ, കിൽറാറ്റ് ആൻഡ് സ്റ്റാഷ് ആണ്. അപ്പോൾ ETS ടീമിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്ലോട്ട് നമ്പർ 5-ൽ ETS തോർ, ETS മോങ്ക, ETS ബഗ് ആൻഡ് ആക്വാമാൻ. അപ്പോൾ ASN ടീമിന് വേണ്ടി റോബിൻ, മജിൻ, ബാബ ആൻഡ് ടെൻജാൻ എന്തായാലും അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. TF ടീമിന് വോൾവറിൻ ആൻഡ് ഹിറ്റ്മാൻ അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. DX ആണെന്ന് തോന്നുന്നു. DX അല്ലേ? 1 സെക്കൻഡ്. സ്ലോട്ട് ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഓക്സൻ ഗെയിമിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഓക്സൻ ടീമിന് വേണ്ടി OX ആണല്ലേ. ഓക്സൻ ടീമിന് വേണ്ടി അവിടെ ലൂഫി ഇരിപ്പുണ്ട്. അപ്പോൾ ഫിനിക്സ് ടീമിന് വേണ്ടി ബ്ലാക്കി, ഫിനിക്സ് ജിനു ആൻഡ് ഫിനിക്സ് സന്തോഷ് അവിടെ കയറിയിരിപ്പുണ്ട്. അപ്പോൾ ഗോർ ടീമിന് വേണ്ടി ഗോർ, ടൈഫൂൺ, സ്പാർട്ടൻ, HNS ആൻഡ് ബിസ്ക്യൂട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ ടീം നെക്സ്റ്റിന് വേണ്ടി മിസ്റ്റീരിയോ, ഷാഡോ, ഖുറേഷി ആൻഡ് വിജേത വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. Z3 ഗെയിമിങ്സിന് വേണ്ടി സുസാം, താനോസ് ആൻഡ് ഹെക്സ് അവിടെ കയറിയിട്ടുണ്ട്. GOC ടീമിന് വേണ്ടി ലിയാനോഡോ, ഷമി, ബ്രിട്ടോ ആൻഡ് ഏജന്റ് കില്ലർ അണിനിരന്നിട്ടുണ്ട്. റാങ്കോ ടീമിന് വേണ്ടി നോവ ആൻഡ് പാൻഡ കയറിയിട്ടുണ്ട്. MI ടീമിന് വേണ്ടി സ്കെയർ പ്രോ, അൾട്രാൻ, സ്കൂൾ ബോയ് ആൻഡ് റോയൽ അണ്ടർ കയറിയിരിക്കുന്നത്. ഡെഡ്ലി വിഷന് വേണ്ടി അവിടെ കയറി. ഡെഡ്ലി ടീമിന് വേണ്ടി വിഷൻ ആൻഡ് സോനസ് അവിടെ കയറിയിട്ടുണ്ട്. പെട്ടെന്ന് ഡെഡ്ലി വിഷൻ എന്നൊക്കെ വന്നുപോയി, പെട്ടെന്ന് ഒരു ചാനലിൻ്റെ നെയിമൊക്കെ ആയിട്ട് വന്നുപോയി. അപ്പോൾ ഡെഡ്ലി സിദ് എല്ലാം അവിടെ ഉണ്ട്. ZG
അപ്പം ലോഡ് ടീമിന് വേണ്ടി ലോഡ് ഏരീസ്, ലോഡ് സാത്താൻ, ലെക്സ് കിങ് ആൻഡ് ക്ലാഷ് അവിടെ ഉണ്ട്. അപ്പോൾ ലോഡ് ടീമിലെ മെമ്പേഴ്സെല്ലാം അവിടെ കയറിയിട്ടുണ്ട്. ടീം ടോക്സിക് നേഷന് വേണ്ടി ഡിക്രൂസ്, അക്ഷയ്, മമ്മദി ആൻഡ് TXN's ഷെൽബി അവിടെ കയറിയിട്ടുണ്ട്. സ്റ്റാക്സ് ടീമിന് വേണ്ടി മെഗാട്രോൺ, സെയ്ക്ക്, ഡീമൻ കോഡ് ആൻഡ് ഹെൽസ് കയറിയിട്ടുണ്ട്. FX ടീമിന് വേണ്ടി ആൽഫ ആൻഡ് ഗോസ്റ്റ് ആണ് കയറിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഷമ്മി ഹീറോയ കയറിയിട്ടുണ്ട്. NSG ടീമിന് വേണ്ടി NSG പ്രിൻസ് ആൻഡ് ബിലാൽ ഒപ്പം കയറിയിട്ടുണ്ട്. തിയോസ് ടീമിന് വേണ്ടി സിയൂസ്, തോർ, ഹെയ്ഡീസ് എല്ലാം അവിടെ കയറി വരുന്നു. അപ്പോൾ EMS ടീമിന് വേണ്ടി തീഫ്, ഈവിൾ, EMS അല്ലല്ലോ, മാറ്റ് ടീമിന് വേണ്ടി ഈവിൾ, EMS, തീഫ്, മാറ്റ്, സൈക്കോ ആൻഡ് പിക്ക സൂ അവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്ലോട്ടിൽ കയറിയേക്കുന്ന മെമ്പേഴ്സ്. അത് സ്പെക്കിൽ ഒരാളെ കൂടെ നമുക്ക് വേണ്ടിയിരിക്കുന്നു. എന്തായാലും നമുക്കൊന്ന് മെസ്സേജ് അയച്ചേക്കാം. അപ്പം നമുക്ക് മാച്ച് വിത്തിൻ 1 മിനിറ്റ്സ് അവിടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഗോറീസ് തീ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഗേൾസ് ഗൊറേല മാങ്ഘട്ട്. അപ്പോൾ ഗോർ ടീമിൻ്റെ ഒരു ചുരുക്കപ്പേരായിരുന്നു. അപ്പം 84 മെമ്പേഴ്സ് അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ടെറർ ടീമിലേക്ക് ബാക്കി മെമ്പേഴ്സ് അവിടെ AK അവിടെ കയറിയിട്ടുണ്ട്. ടെറർ AK. അപ്പോൾ ടെററിലെ ഹൈ HGN അവിടെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതാരാണ് നമ്മുടെ കില്ലറെക്സ് ഒക്കെ കയറി വരുന്നുണ്ടല്ലോ. കില്ലറെക്സ് നോക്കിയപ്പോൾ നമ്മുടെ സ്ലോട്ടെല്ലാം ഫുള്ളാണ്. കില്ലറെക്സ് പോയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നമ്മുടെ സ്ലോട്ടിൽ GOC മിക് ബോയ്സ് കയറിയിട്ടുണ്ട്. TFലെ മാവറിക്ക് കൂടെ അവിടെ കയറി വന്നിരിപ്പുണ്ട്. അപ്പോൾ ഗോർ ടീമിന് സപ്പോർട്ട് വേണ്ടി ഗോർ ടീമിന് വേണ്ടി ക്വൽഷ അവിടെ എത്തിയിട്ടുണ്ട്. മനോഹരമായിട്ടുണ്ട്. അപ്പം ETS ടീം എല്ലാം കയറിയിട്ടുണ്ട്. TF ടീം കയറിയിട്ടുണ്ട്. ഫിനിക്സ് ടീം കയറിയിട്ടുണ്ട്. അപ്പോൾ GOCയിൽ ഒരു മെമ്പറിനെ കാണാനുണ്ട്. GOC ഷമി, ഏജൻ കില്ലർ ആൻഡ് ലിയാനോഡാനെ മാത്രമേ കാണുന്നുള്ളൂ. GOC ബ്രിട്ടോ കയറേണ്ടത്. അപ്പോൾ ബ്രിട്ടോ ഇവിടെ എത്തിയിട്ടുണ്ട്. റാങ്ക് ടീമിൻ്റെ മെമ്പേഴ്സ് എല്ലാം ഇവിടെ കയറിയിട്ടുണ്ട്. റാങ്ക് 1 ഡെൽറ്റ, നോവ ആൻഡ് പാൻഡ് അവിടെ കയറിയിട്ടുണ്ട്. ഡെഡ്ലി ടീമിന് വേണ്ടി വിഷൻ, സോനൂസ്, ഡെവിൽ ആൻഡ് സിദ് അവിടെ കയറിയിട്ടുണ്ട്. ലോ ടീമിന് വേണ്ടി ഏരിയ സാത്താൻ, എക്സ് കിങ് ആൻഡ് ഫ്ലാഷ് കയറിയിട്ടുണ്ട്. MI ടീമിന് വേണ്ടി MI കൂൾ ബോയ് കയറിയിട്ടുണ്ട്. MI എല്ലായിടത്തും 1-ാം സ്ഥാനത്തായിരുന്നു നേരത്തെ. അപ്പോൾ MIക്ക് ഈ പ്രാവശ്യം എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. MIയിലെ മെമ്പേഴ്സ് അവിടെ കയറി വരാനുണ്ട്. ടെറർ ടീമിന് വേണ്ടി ടെറർ സ്റ്റുവേർട്ട്, AK ആൻഡ് ഫേസ് ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ SGN ഹൈനസ് ടീമിന് വേണ്ടി എന്ന് തോന്നുന്നു. SG ടീമിന് വേണ്ടി ഡീമൺ, ടെറർ, ബീസ്റ്റ്, സ്നൈപ്പർ അവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ ആ ടെറർ അല്ലായിരുന്നു ഈ ടെറർ. രണ്ട് ടെററായിരുന്നു. അപ്പോൾ സ്ലോട്ട് നമ്പർ 3 ടൈറൻസ് ഗെയിമിംഗ്, ടൈറൻസ് ലെയർ, സാവേജ്, ട്രിപ്ലക്സ് ആൻഡ് ഗോഡ് ആണ് ടൈറൻസ് ഗെയിമിങ്ങിന് വേണ്ടി കയറിയിരിക്കുന്നത്. ടൈറൻസ് ഗെയിമിംഗ് പൂൾ അവിടെ എത്തിയിട്ടുണ്ട്. ടൈറൻസ് ഗെയിമിംഗ് പൂൾ വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ ടൈറൻസിന് വേണ്ടി എത്തിയേക്കുന്ന മെമ്പേഴ്സിനെയാണ് നിങ്ങൾ കണ്ടത്. നമ്മുടെ സ്ലെയർ, സാവേജ് ആൻഡ് ട്രിപ്ലക്സ് ഗോഡ് അവിടെ എത്തിയിരിക്കുന്നത് ടൈറൻസ് ടീമിന് വേണ്ടി. അപ്പം ASന് വേണ്ടി റോബിൻ, മജിൻ, ബാബ ആൻഡ് തെൻജാൻ അവിടെ കയറിയിട്ടുണ്ട്. അപ്പം TF ടീമിലെ മെമ്പേഴ്സ് അവിടെ കയറി വരാണ്ട് 88 മെമ്പേഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം വിത്തിൻ മിനിറ്റ്സ് നമ്മുടെ മാച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്ലോട്ട് നമ്പർ 13 എല്ലാം വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. ഫിനിക്സിലെ ഒരു മെമ്പറിനെ കാണുന്നില്ല. അപ്പം ഫിനിക്സിലെ ഒരു മെമ്പറിനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ഏഞ്ചലെന്ന് തോന്നുന്നു ഇറങ്ങിപ്പോയിരിക്കുന്നത്. ബ്ലാക്ക് ഏഞ്ചലിനെ അവിടെ കാണുന്നില്ല. ബ്ലാക്ക് ഏഞ്ചൽ കയറി വരേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതേമാതിരി തന്നെ ബ്ലാക്ക് ഏഞ്ചലല്ല, ബ്ലാക്കി. മാറ്റ് ടീമിലെ മെമ്പേഴ്സ് എല്ലാം സെറ്റായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ NSGയിലെ 3 മെമ്പേഴ്സ് എത്തിയിട്ടുള്ളൂ. NSGയിലെ തിയോസ്, തോർ, ഹെയ്ദീസ്, ക്രേറ്റോസ് എല്ലാം കയറിയിട്ടുണ്ട്. FX ടീമിലെ മെമ്പേഴ്സ് എല്ലാം കയറിയിട്ടുണ്ട്. അതേപോലെ പിന്നെ ഷെൽബി എല്ലാം കയറിയിരിക്കുന്നത്. ലോ ടീമിലെ മെമ്പേഴ്സിന് ടോക്സിക് നേഷൻസ്. അപ്പോൾ 2 ടീം അവിടെ കയറാനുണ്ട്. സ്പ്ലിറ്റ് ടീം നമ്പർ 19 ആൻഡ് 13 അവിടെ കയറാനുണ്ട്. Z3 ഒരു മെമ്പറിനെ മിസ്സായിട്ടുണ്ട്. ഗോഡ്സ് ആൻഡ് കൺട്രി സെറ്റ് എന്ന് പറയുന്നുണ്ട്. യെസ് ഗണേഷ് ബ്രോ, സെറ്റാണ് എല്ലാം. അപ്പം നിങ്ങൾ കയറി പൊളിച്ചാൽ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് 10:32 ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 57 മെമ്പേഴ്സ് സെറ്റായിട്ട് നിൽപ്പുണ്ട്. അപ്പം ബാക്കിയെല്ലാം സെറ്റായിട്ട് ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മാച്ച് അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഗെയിമിംഗ് അനൂസ് അവിടെ എത്തിയിട്ടുണ്ട് സപ്പോർട്ടുമായിട്ട്. ഗെയിമിംഗ് അനൂസ് വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ ഡെഡ്ലി എന്ന് പറയുന്നുണ്ട്. ഗെയിമിംഗ് അനൂസ് ഡെഡ്ലിക്ക് സപ്പോർട്ടുമായിട്ട് എത്തിയിരിക്കുന്നത് എന്തെന്ന്. നമ്മുടെ മാച്ച് സ്റ്റാർട്ടിങ്ങിലേക്ക് കയറിയിരിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ കയറി വന്നിരിക്കുകയാണ്, നമ്മുടെ ലോബിയിലെത്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ മാച്ച് സ്റ്റാർട്ടിങ്ങിന് വേണ്ടി അപ്പോൾ ആരും കയറി വന്നിരിക്കുന്നില്ല, 3 പേര് മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ടെറർ ടീം അവിടെ സെറ്റാണ്, HGN ടീം സെറ്റാണ്. ടെറർ ടീമിൽ 3 മെമ്പേഴ്സ് ഉണ്ട്, ടൈറൻസിലെ മെമ്പേഴ്സ് സെറ്റാണ്, വാർഗോട്ട് ടീം സെറ്റാണ്, ETS ടീം സെറ്റാണ്, ASN ടീം സെറ്റാണ്, TFലെ മെമ്പേഴ്സ് അവിടെ സെറ്റാണ്, OX ഗെയിമിംഗ് സെറ്റാണ്, OXലെ മാഗ്നീറ്റോ, വൈപ്പർ, ലോഗൻ ആൻഡ് ലൂഫിയാണ് കയറിക്കുന്നത്. ഫിനിക്സ് ടീം സെറ്റാണ്, ഗോർ ടീം സെറ്റാണ്, NEX ടീം സെറ്റാണ്, സുസാൻ എല്ലാം കൂടെ കയറിക്കുന്നതായിട്ട് കാണാം. സുസാൻ Z3 ഒക്കെ ടീമിന് വേണ്ടി. GOC ടീം സെറ്റാണ്, റാങ്കോ ടീം സെറ്റാണ്, MI ഡെഡ്ലി ടീമിൻ്റെ സപ്പോർട്ടുമായിട്ടായിരുന്നു. സ്ലോട്ട് നമ്പർ 17 ഡെഡ്ലി ടീമിൻ്റെ സപ്പോർട്ടുമായിട്ട്. ഗെയിമിംഗ് അന്വേസ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുമാതിരി ലോ ടീമിലെ മെമ്പേഴ്സ് നമ്മുടെ ടോക്സിക് നേഷനിലെ മെമ്പേഴ്സ്, സ്റ്റാക്സിലെ മെമ്പേഴ്സ്, FX മെമ്പേഴ്സ്, NSG മെമ്പേഴ്സ്, TOS മെമ്പേഴ്സ് ആൻഡ് സൈക്കോ മെമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫ്ലൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കാവ് റീജിയനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഷമി ഏരിയയിലേക്ക് അവസാനിക്കുന്നതൊക്കെയാണ് ഫൈറ്റ് കാണാൻ പറ്റുന്നത്. GOC ലിയോണാർഡോയുടെയും HNSൻ്റെയും ഒക്കെ ഫ്ലൈറ്റ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും HN ടീമിൻ്റെ ആ ഫ്ലൈറ്റിൻ്റെ കപ്പിത്താൻ സീറ്റ് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ മെമ്പേഴ്സ് എല്ലാം ജമ്പ് എടുത്തിട്ടുണ്ട്. തിയോസിലെ മെമ്പേഴ്സ് അവിടെ ചാടിയിട്ടുണ്ട്. അതേമാതിരി ടോക്സിക് നേഷനിലെ മെമ്പേഴ്സ് അവിടെ ചാടിയിട്ടുണ്ട്. EMS ടീംസ് അവിടെ താട്ടിട്ടുണ്ട്. നമ്മുടെ അതേ ഏരീസ് ലോ ടീം അങ്ങോട്ട് തന്നെ പാരഡൈസ് റിസൾട്ടൊക്കെ ലക്ഷ്യമാക്കി പോകുന്നുണ്ട്. അതോടൊപ്പം GOC ടീം അവിടെ ജമ്പ് എടുത്തിട്ടുണ്ട്. സ്റ്റാക്സിലെ മെമ്പേഴ്സ് അവിടെ ചാടുന്നുണ്ട്. MI ടീം കൂൾ ബോയ് ഒക്കെ അവിടെ ചാടിക്കൊണ്ടിരിക്കുന്നു. വാർഗോ ടീം അവിടെ ചാടുന്നുണ്ട്. ഒപ്പം തന്നെ സ്ലോട്ട് നമ്പർ 6 മെമ്പേഴ്സും ചാടുന്നതായിട്ട് കാണാം. റാങ്കോ ടീം അവിടെ ചാടിയിട്ടുണ്ട്. ടെറർ ടീം അവിടെ ചാടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പാരഡൈസ് റിസോർട്ടിൽ തന്നെ ആയിരിക്കണം ആദ്യത്തെ അടി നടക്കേണ്ടതെന്ന് തോന്നുന്നു. 3 ടീമുകളാണ് പാരഡൈസ് റിസോർട്ടിൽ എന്തായാലും ഇറങ്ങിയിരിക്കുന്നത്. പാരഡൈസ് റിസോർട്ട് നോക്കുകയാണെങ്കിൽ പാരഡൈസ് റിസോർട്ടിൽ 3 തിയോസ് ടീമിലെ മെമ്പേഴ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ടീം നമ്പർ 17 കാണുന്നുണ്ട്. ഡെഡ്ലിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഡെഡ്ലിയിലെ മെമ്പേഴ്സിനെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ലോഡിലെ മെമ്പേഴ്സിനെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ 3 ടീമുകളാണ് ഇവിടെ പാരഡൈസ് റിസോർട്ടിൽ നിൽക്കുന്നത്. പാരഡൈസ് റിസോർട്ടിൽ എപ്പോൾ വേണമെങ്കിൽ അംഗം തുടങ്ങാം. പാരഡൈസ് റിസോർട്ട് ഒന്ന് ലോഡായി വരണേ തന്നെ നല്ല സമയം എടുക്കുന്നുണ്ട്. ടൈറൻസ് ഉയർ എന്ന് പറയുന്നുണ്ട് നമ്മുടെ സപ്പോർട്ടുമായിട്ട് എത്തിയിരിക്കുന്ന സുരാജ്. അപ്പം ടൈറൻസ് അൽപൊളി കട്ടപ്പൊളി എന്ന് പറയുന്നത് വാർഗോൺ നബിൽ എത്തിയിട്ടുണ്ട്. ഹായ് വാർഗോൺ നബിൽ, വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ ടീം നമ്പർ 7 അവിടെ TFലെ മെമ്പേഴ്സ് ആദ്യം തന്നെ ഫൈറ്റ് എടുത്തിരിക്കുകയാണ്. TFലെ മെമ്പേഴ്സ് ടോട്ട് നമ്പർ 3 മെമ്പേഴ്സുമായിട്ട് ടൈറൻസുമായിട്ടുള്ള ഫൈറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ TFലെ മെമ്പേഴ്സ് കയറി ആരെയൊക്കെ പൂശിയിട്ടുണ്ടോ തോന്നുന്നില്ല. ടൈറൻസിലെ ഒരു മെമ്പറിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ട് ആദ്യം തന്നെ അടിയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ടൈറൻസിലെ മെമ്പേഴ്സിനെ നോക്കുകയാണെങ്കിൽ ടൈറൻസിലെ മെമ്പേഴ്സിന് ഒരാളെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ട്രിപ്ലക്സിനെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആദ്യം തന്നെ TFലെ മെമ്പേഴ്സ് ഒരു രക്ഷയില്ല. കഴിഞ്ഞ കളിയിൽ ചിക്കൻ ഡിന്നറൊക്കെ എടുത്തിട്ട് വന്ന് റാങ്കോയുടെ മാച്ചിൽ ഒരു ചിക്കൻ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് വന്നേക്കുകയാണ് TFലെ മെമ്പേഴ്സ്. എന്തായാലും ഹോൾ പൊളി പൊട്ടക്കൊള്ളി. ഡെഡ്ലിയിലെ മെമ്പേഴ്സ് ഡെഡ്ലി സിദ് അവിടെ ലോഡ് ഏരീസിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തിയോ സൈഡീസ് ലോഡിലേക്ക് ഇങ്ങനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഡെഡ്ലി വിഷൻ ലോഡിൽ ഏരീസിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. തിയോ സൈഡീസ് ലോഡിലേക്ക് ഇങ്ങനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറുപറ അവിടെ ഡൗണിങ് ആണ്. SGN ടീമിനും ഇവിടെ സപ്പോർട്ടുമായിട്ട് മെമ്പേഴ്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ടൈറൻസ് ആൻഡ് TFൻ്റെ ഫൈറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഫൈറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോകുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ Z3യുടെ ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. Z3 മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല ഫൈറ്റ് മിസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് TFലേക്ക് വരാൻ. TF ആൻഡ് ടൈറൻസിൻ്റെ മാച്ചിലേക്ക് വരാൻ. TF ആൻഡ് ടൈറൻസ് തന്നെ ആദ്യം തന്നെ അടിയെടുക്കും. മാവറിക്ക് അവിടെ നേടൊക്കെ കുക്ക് ചെയ്യുന്നുണ്ട്. നേടൊക്കെ കുക്ക് ചെയ്ത് എറിയുകയാണോ എന്തായാലും ഓക്കെ. ചരിഞ്ഞിരുന്നുള്ള ഷോട്ടുകളായിരുന്നു. ആശാനൊക്കെ നല്ല കവറിൽ നിൽക്കുകയാണ്. അപ്പോൾ ടൈറൻസിലെ ഗോഡിനെ സ്പോട്ട് ചെയ്തേക്കാന്ന് തോന്നുന്നു. സാവേജ് അവിടെ ഒരു കോമ്പൗണ്ടിൽ നിൽപ്പുണ്ട്. സ്ലെയർ അവിടെ ഒരു കോമ്പൗണ്ടിൽ നിൽപ്പുണ്ട്. അപ്പോൾ 3 പേരും 3 കോണിലായിട്ട് നിൽക്കുകയാണ്. അതേമാതിരിയാണ് TFലെ 3 പേരും 3 കോണിലായിട്ട് നിൽക്കുകയാണ്. അവർ തമ്മിലുള്ള ഫൈറ്റ് എപ്പോൾ വേണമെങ്കിലും നടക്കാൻ ചാൻസ് ഉണ്ട്. വേറെങ്ങും ഫൈറ്റുകൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെങ്ങും തൽക്കാലം ഫൈറ്റുകൾ നടക്കുന്നില്ല. ബാക്കി മെമ്പേഴ്സൊക്കെ എവിടെ പോയി ഇറങ്ങിയിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MI ടീം അവിടെ പൈനാൻ ഏരിയയിലുണ്ട്. ഷമീൽ ഏരിയയിൽ നമ്മുടെ NSG ടീമുണ്ട്. തിയോസിലെ മെമ്പേഴ്സ് പാരഡൈസ് റിസോർട്ട് ഏരിയയിലുണ്ട്. FX ടീം അവിടെ പാരഡൈസ് റിസോർട്ടിന് തൊട്ടടുത്തുള്ള കോമ്പൗണ്ടുകളിലുണ്ട്. അപ്പോൾ ഇവരുടെ ഫൈറ്റ് ഒന്നും സ്റ്റാർട്ട് ആയിട്ടില്ല അറ്റ് പ്രസൻറ്റ്. ഡെഡ്ലി എന്ന് പറയുന്നുണ്ട്. ബ്രോ ഡെഡ്ലിനെ സ്പെക്ക് ചെയ്യാം. അപ്പം ടീം ടോക്സിക് നേഷൻ അവിടെ ഡിക്രൂസിനെ ഒക്കെ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെഡ്ലി ടോക്സിക് നേഷനിലെ മെമ്പേഴ്സിനെ നോക്കാൻ ചെല്ലതാണ്. ഷിറ്റ്, പബ്ജിക്ക് ബഗ് കാരണം നമുക്ക് എന്തായാലും പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് കയറി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാച്ചിലേക്ക്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പണി കിട്ടിയിട്ടുണ്ട്. സാനോക്ക് ലോഡ് ആകാൻ തന്നെ ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് അറിയത്തില്ല.
ടയറൻസിന് സപ്പോർട്ടുമായിട്ട് മെമ്പേഴ്സ് എത്തിയിട്ടുണ്ട്. 12 പേര് വാച്ചിങ് കണ്ടു ഗൈസ്. ഇനി കണ്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം പ്രത്യേക ശ്രദ്ധയ്ക്ക് ജസ്റ്റ് സബ് ചെയ്തിട്ട് പോവുക. നിങ്ങളെല്ലാം കാണുന്നതോടൊപ്പം തന്നെ നമുക്കൊരു പ്രചോദനമായിരിക്കും. സബ് എല്ലാം പകരം ഞങ്ങൾ ചോദിക്കും ടയറൻസ് ഉയർ എന്ന് പറയുന്നുണ്ട് സുരാജ് രാജൻ. അപ്പോൾ സുരാജ് രാജൻ അവിടെ കട്ട സപ്പോർട്ടുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ടയറൻസിൻ്റെ മാച്ചിന് നമുക്ക് നോക്കാം. നമ്മൾ ഇറങ്ങുമ്പോൾ എന്തായാലും ആദ്യം ഒരു ടീം ഇതുവരെ ഒരു ടീമിൽ ഒരു മെമ്പർ മാത്രമേ വൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോഡിലെ മെമ്പേഴ്സ് എല്ലാം അവിടെ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ടോക്സിക് നേഷൻ അവിടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരുന്നത് കാണാൻ ചെന്നപ്പോഴാണ് നമ്മുടെ പബ്ജിയിൽ നിന്ന് ഫ്രീസ് ആയി പോയത്. അപ്പോൾ നമ്മൾ തിരിച്ചു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. അകത്തോട്ട് ഇതുവരെ എത്തിയിട്ടില്ല. നമ്മൾ ആരാണ്ടൊക്കെ ലൂട്ട് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് വെയിറ്റിംഗ് ടു ഗെറ്റ് ഇൻ. ഇപ്പം നമുക്ക് കയറാൻ സാധിക്കുന്നില്ല. പണി കിട്ടിട്ടോ അറിയത്തില്ല. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ച് നോക്കാം. ജസ്റ്റ് ലാസ്റ്റ് ചാൻസ്. നമ്മൾ തിരിച്ച് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സാൻഹോക്ക് മാപ്പായാലും GOCയുടെ പ്രോ ലീഗാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാൻഹോക്ക് മാപ്പിലെ ഫൈറ്റാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ സാൻഹോക്ക് മാപ്പിൽ പെട്ടെന്ന് തന്നെ ഫൈറ്റുകൾ തീരുകയും ചെയ്യും. നമുക്ക് വളരെയധികം ഫൈറ്റുകൾ മിസ്സാവുന്നെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കയറി ചെല്ലാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കയറി ചെല്ലാൻ പ്രതീക്ഷിക്കാം. എന്തായാലും ഗൈസ് നിങ്ങൾ സപ്പോർട്ടുമായിട്ടുണ്ടല്ലോ എന്ന് കരുതുന്നു. ബ്രോ എന്താ സീൻ എനിക്കറിയത്തില്ല ബ്രോ. നമുക്കിപ്പോൾ കയറാൻ സാധിച്ചല്ലോ. ഇല്ല ബ്രോ, തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം നമ്മൾ കയറാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്താണെന്നറിയത്തില്ല. ബഗ്ഗാണ് പബ്ജിയുടെ. ഞാനെന്ത് ചെയ്യാനാണ്. ഈ അപ്ഡേറ്റിലെങ്കിലും ഇവരിത് ഫിക്സ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ സ്ക്രീനിൽ ഫ്രീസ് ആയിട്ടിരിക്കുകയാണ്. നമുക്ക് അകത്തോട്ട് കയറാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ തവണയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോഴും ആശാൻ അകത്തോട്ട് കയറിയിട്ടില്ല. ഓക്കെ, എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫിനിക്സ് ജീനു അവിടെ NEXുമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. അപ്പം NEX ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. റാങ്കോ ടീമിൻ്റെ ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും അവരുടെ ഫൈറ്റ് എവിടെ നടക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓവറോൾ ആരൊക്കെ ഫിനിഷ് ആയിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഓടിപ്പോയി നോക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ ഫിനിക്സിലെ മെമ്പേഴ്സ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഫിനിക്സിലെ മെമ്പേഴ്സ് അവിടെ കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. Z3യിലെ മെമ്പേഴ്സ് ഫിനിഷ് ആയിട്ടുണ്ട്. TF മെമ്പേഴ്സ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ 3 ടീമുകൾ മാത്രമേ ഫിനിഷ് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാ ടീംസും ഇപ്പോഴും അവിടെ ഉണ്ട്. ബാക്കി റാങ്കോ ടീമിൻ്റെ അടുത്ത് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റാങ്കോ ടീമിൻ്റെ അടുത്ത് ഫൈറ്റിൽ ഡെൽറ്റ അവിടെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. ഡെൽറ്റയുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ബാക്കി മെമ്പേഴ്സ് ആരും റിവൈവ് ചെയ്യാനായിട്ട് കാണുന്നില്ല. ടീം നമ്പർ 15ലെ മെമ്പേഴ്സ് ടീം നമ്പർ 10ലുമായിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു തോന്നുന്നു. 10ലെ നമ്മൾ NEXിലെ മെമ്പേഴ്സ്, അതേമാതിരി തന്നെ ടയറൻസിലെ മെമ്പേഴ്സ് ഫിനിക്സ് സന്തോഷ്, ഗോറിലെ മെമ്പേഴ്സ് ഫിനിക്സ് സന്തോഷിനെ, ഫിനിക്സ് നോവനെയൊക്കെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 മെമ്പേഴ്സ് ഗോറിലെ മെമ്പേഴ്സിനെ റാങ്കോ നിഞ്ച അവിടെ ഫിനിഷ് ചെയ്യുന്നതായിട്ട് കാണാം. NEXിലെ ബോൾട്ട് കൂടെ അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ ബോൾട്ടുമായിട്ടുള്ള ഫൈറ്റും സൈക്കോ മാഡിനെ ടയറൻസ് മെമ്പേഴ്സ് അടിക്കുന്നുണ്ട്. ഇതൊക്കെ പഴയ കിൽ ഫീഡുകളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പം ഡെഡ്ലി ഇപ്പോഴും അവിടെ ലൈവായിട്ടുണ്ട്. ഓക്സൺ ഗെയിമിംഗ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. ഓക്സണിലെ മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഫൈറ്റിലേക്കാണ് നമ്മൾ പോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഓക്സണിലെ ലോഗൻ അവിടെ ഫിനിഷ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഓക്സൺ വൈപ്പറൊക്കെ അവിടെ ഓടിച്ചെല്ലുന്നുണ്ട്. ETS ടീമുമായിട്ടുള്ള ഫൈറ്റാണെന്ന് തോന്നുന്നു. ഓക്സണിലെ വൈപ്പർ അവിടെ ഓടിച്ചെന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ETSലെ മെമ്പേഴ്സിനെതിരെ ഫൈറ്റ് എടുക്കാനുള്ള വെയിറ്റിംഗിലാണെന്ന് തോന്നുന്നു. ETS മോങ്ക്, ETS ബഗ് ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ആക്കോമനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കാം. ഓക്സൺ ലോഗനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ETS മെമ്പേഴ്സ്. എന്തായാലും വൈപ്പർ അവിടെ കവറിലൊക്കെ നിൽക്കുകയാണ്. അതേമാതിരി നോക്കുകയാണെങ്കിൽ നമ്മുടെ മാഡിലെ മെമ്പേഴ്സ് അവിടെ സോണിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ടോക്സിക് നേഷനിലെ മെമ്പേഴ്സ് അവിടെ സോണിൽ കയറിക്കൊണ്ടിരിക്കുന്നു. അതേമാതിരി നമ്മുടെ ഡെഡ്ലി സീൻസൊക്കെ അവിടെ പാരഡൈസ് റിസോർട്ടിനകത്ത് കയറുകയാണ്. TOS ടീം ഇപ്പോഴും എലവാണ്. ലോഡ് ടീം ഇപ്പോഴും എലവാണ്. വാർഗോഡിലെ മെമ്പേഴ്സ് എലവാണ്. ASN മെമ്പേഴ്സ് എലവാണ്. സ്ട്രൈക്സിലെ മെമ്പേഴ്സ് എലവാണ്. MI ടീം അവിടെ എലാണ്. NEXിലെ ബ്രോൾട്ടോട് മാത്രമുണ്ട്. അപ്പോൾ ഷമി ഏരിയയിലൊക്കെ ആയിട്ടാണ് നമ്മുടെ സോൺ എത്തിയിരിക്കുന്നത്. ഓക്സൺ ഗെയിമിങ്ങിലെ മെമ്പേഴ്സും തമ്മിലുള്ള ഫൈറ്റ് ഇപ്പോൾ നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബ്രോസ് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. GG എന്ന് പറയുന്നത് AC ബ്ലൂ ഡെഡ്ലി പകരം ഞങ്ങൾ ചോദിക്കും എന്ന്
പറഞ്ഞതല്ലേ ബ്രോ. എന്തായാലും സുരേഷ് അവിടെ പകരം ചോദിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ടീം നമ്പർ 22-ൻ്റെ അടുത്ത് ഫൈറ്റ് നടക്കുന്നുണ്ട്. FXലെ ജോക്കറിനെ അവിടെ ലോഡിലെ സാത്താൻ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ FXലെ മെമ്പേഴ്സിൻ്റെ അടുത്ത് FXലെ ഗോസ്റ്റ് അവിടെ ഡൗൺ ആയിട്ടുണ്ട് ലോഡ് സാത്താൻ്റെ നീഡിൽ. അപ്പോൾ ലോഡ് സാത്താൻ മനോഹരമായിട്ട് തന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോഡിലെ ഫ്ലാഷ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. FXലെ ബാക്കി മെമ്പേഴ്സിനൊന്നും കാണുന്നില്ല. ടീം നമ്പർ 22 ബാക്കി അവിടെ FXലെ ആൽഫ അവിടെ കുറച്ച് ബാക്കിലായിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ തിയോസിലെ ഹേഡീസ് അവിടെ കയറി വരുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ തിയോസിലെ ഹേഡീസ് അവിടെ ഓടി എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൊളി എന്ന് പറയുന്നുണ്ട് നമ്മുടെ മെമ്പേഴ്സ്. അപ്പം ലോഡ് സാത്താൻ നോക്കുവാണെങ്കിൽ FX ആൽഫ എല്ലാം അവിടെ ലോഡിലെ 2 മെമ്പേഴ്സേ ഉള്ളൂ. അവർ പക്ഷേ 2 മെമ്പേഴ്സ് മതി എന്ന് തോന്നുന്നു. കട്ടയ്ക്ക് അടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. തിയോസിലെ മെമ്പേഴ്സിനെയും കാണാൻ നമുക്ക് അടുത്ത് തന്നെ. ടയറൻസ് അടിയോടടി എന്ന് പറയുന്നുണ്ട്. യെസ് ബ്രോ. അപ്പോൾ ടയറൻസിൻ്റെ അതെനിക്ക് തോന്നുന്നു പഴയത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ETX ആൻഡ് OX ആൻഡ് ഗെയിമിങ്ങിൻ്റെ വീണ്ടും അവിടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ETX മോങ്കൊക്കെ അവിടെ ഓടുന്നുണ്ട്. ETX മോങ്കൊക്കെ അവിടെ കയറി ഫൈറ്റ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഓക്സനിലെ വൈപ്പറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. മഗ്നീറ്റോ മാത്രമേ ഉള്ളൂ. മഗ്നീറ്റോയുടെ അടുത്തേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മഗ്നീറ്റോനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. അവർ കവറിലൊക്കെയാണ്. മഗ്നീറ്റോ ഒക്കെ അവിടെ സോണിൽ പെട്ടിരിക്കുകയാണ്. സോണിൽ നിന്നുള്ള ഡാമേജ് കൂടെ കിട്ടി പതുക്കെ വരത്തുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും ഓക്സൻ ഗെയിമിങ്ങിലെ മെമ്പേഴ്സ് എവിടെ, ടയറൻസിലെ മെമ്പേഴ്സ് എവിടെയെന്ന് ചോദിക്കാം. ടയറൻസിലെ മെമ്പേഴ്സിനെ നോക്കാം നമുക്ക്. ടയറൻസ് എലിമിനേറ്റ് ആയല്ലോ ബ്രോ. ടയറൻസ് ഫിനിഷ് ആയിട്ടുണ്ട്. ടയറൻസ് മൊത്തം 2 കില്ലെടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ടയറൻസ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ബ്രോ. എന്തായാലും സുരേഷ് രാജൻ താങ്ക് യു. അപ്പോൾ ഡെഡ്ലി എന്ന് പറയുന്നുണ്ട്. ഡെഡ്ലിനെ നമുക്കൊന്ന് സ്പെക്ക് ചെയ്തേക്കാം. ഡെഡ്ലിയിലെ മെമ്പേഴ്സ് അവിടെ ഓടി നടക്കുന്നുള്ളൂ. ഡെഡ്ലി ജിദ് ഒക്കെ അവിടെ നടക്കുന്നു. HGN അവിടെ ഫേസിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. HGN ഡെഡ്ലി വിഷൻ, ഡെഡ്ലി HGN ടെറർ തമ്മിലുള്ള ഫൈറ്റ്. 2 ടെറർ തമ്മിലുള്ള ഫൈറ്റ് നമുക്ക് നോക്കാം. ടെററിലെ മെമ്പേഴ്സിനെ നോക്കുകയാണെങ്കിൽ ടെററിലെ മെമ്പേഴ്സ് എല്ലാം അവിടെ ലൈവായിട്ട് നിൽക്കുകയാണ്. ബാക്കി മെമ്പേഴ്സ് അവിടെ കയറി പുഷ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെറർ ഗണ്ണൊക്കെ അവിടെ കയറി വരുന്നുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഫൈറ്റുകൾ നടക്കാം. അവിടെ ടെറർ ആയിട്ടുള്ള ഫൈറ്റുകളൊക്കെ നടക്കുന്നത്. അവിടെ ടെററിലെ HGN ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് തന്നെ നോക്കുകയാണെങ്കിൽ ടെററിലെ ബാക്കി മെമ്പേഴ്സ് അവിടെ ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ടെററിലെ HGN ആൻഡ് ടെറർ AK മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. AKയുടെ അടുത്തേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. AK ഇപ്പോഴും ഇവിടെ ലൈവായിട്ടുണ്ട്. ടെററിലെ സ്റ്റുവർട്ട് അവിടെ ഡൗൺ ആണ്. സ്റ്റുവർട്ടിൻ്റെ അടുത്തേക്ക് സ്നൈപ്പർ അവിടെ കയറി ചെല്ലുന്നുണ്ട്. AK അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ AKക്കെതിരെ ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് 2 മെമ്പേഴ്സ് 2 സിറ്റുവേഷൻ ഉണ്ട്. അവിടെ HGNലെ സ്നൈപ്പറിനെ അവിടെ AK ഒറ്റയ്ക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും ബീസ്റ്റ് അവിടെ നിൽക്കുന്നുണ്ട്. ബീസ്റ്റ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. ബീസ്റ്റിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബീസ്റ്റിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ബീസ്റ്റിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ടെറർ മെമ്പേഴ്സിനെ എല്ലാം എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടെറർ HGN മെമ്പേഴ്സിനെ എല്ലാം എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ടെററിലെ AK ഒറ്റയ്ക്ക് ക്ലച്ച് എടുത്തിട്ടുണ്ട്. അവിടെ മനോഹരമായിട്ട് ഗോർ വിറ്റ്സ് ഗുഡ് നോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോറിലെ മെമ്പേഴ്സ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഗോറിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. റാങ്കോ ടീം മെമ്പേഴ്സ് എല്ലാം റാങ്കോ അവിടെ ഗോറിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സിയാദ്. അപ്പോൾ ASN മെമ്പേഴ്സ് ടോക്സിക് നേഷൻ അവിടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. ടോക്സിക് നേഷൻ്റെ അടുത്തേക്ക് പോകും. മാഡിലെ ഈവിൾ അവിടെ ഡൗൺ ആണ്. മാഡ് മെമ്പേഴ്സിനെതിരെയാണെന്ന് തോന്നുന്നു. മാഡ് ഈവിൾ അവിടെ വെളിയിൽ നിൽക്കുകയാണ്. ടോക്സിക്കിലെ മെമ്പേഴ്സ് അവിടെ ടോക്സിക് ആയിട്ട് തന്നെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ടോക്സിക് ഡിക്രൂസ് ഒക്കെ അവിടെ ഫയർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മാഡിലെ സൈക്കോ മാഡ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. സൈക്കോ മാഡ് കൂടാതെ വേറെ ആരെയും നമുക്ക് ഇവിടെ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നില്ല. പിക്കാസു ഉണ്ട്. പിക്കാസു എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും പിക്കാസു ദൂരെ നിന്ന് ഫയർ എടുക്കുന്നുണ്ട്. അപ്പോൾ പിക്കാസുവിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പിക്കാസുവിനെ അവിടെ ഡിക്രൂസ് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പിക്കാസു ഷെൽബിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും പിക്കാസുവിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നുകൊണ്ടിരിക്കുകയാണ് ടോക്സിക് നേഷൻ ഡിക്രൂസ്. അപ്പോൾ ഡിക്രൂസ് അവിടെ പിക്കാസുവിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ബാക്കി മെമ്പേഴ്സിൻ്റെ അടുത്ത് കയറി ചെല്ലാൻ ശ്രമിക്കുന്ന നമ്മുടെ മാഡിലെ മെമ്പറിനെ റിവൈവ് ചെയ്യാൻ സാധിക്കത്തില്ല. എന്തായാലും പിക്കാസോ അവിടെ നിന്ന് ഒന്ന് സ്പോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ പിക്കാസിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ടോക്സിക് നേഷനിലെ ഡിക്രൂസ്. അപ്പോൾ പിക്കാസോ എന്തായാലും അവിടെ കണ്ടിന്യൂസ് ഫയറിലാണ്. ഡിക്രൂസിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇനി മാഡി മാത്രമേ ഉള്ളൂ. മാഡി അവിടെ ഡിക്രൂസിനെയും പിക്കാസോ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിക്കാസോ ഒറ്റയ്ക്ക് അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. GTC അക്ഷയ അവിടെ കയറി ചെന്നിട്ടുണ്ട്. GTC അക്ഷയ മാഡ് മാഡി അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പം അതോടൊപ്പം തന്നെ ബാക്കി മെമ്പേഴ്സിനെ നോക്കുകയാണെങ്കിൽ ഡെഡ്ലി ബാക്കി ഫൈറ്റുകൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ഡെഡ്ലി അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ റാങ്കോ ടീം അവിടെ സോണിൽ കയറിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം AC ടീം പിക്കാസു അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് എടുക്കുകയാണ്. GTCയിലെ അവിടെ അക്ഷയനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. മാഡ് മാഡി അവിടെ ഓടി വെച്ച് നടക്കുന്നേ ഉള്ളൂ. മാഡിനെ സ്പോട്ട് ചെയ്ത് അടുത്ത ഫയർ കൊടുക്കാനുള്ള ശ്രമത്തിലാണ് തോന്നുന്നു. മാഡിനെ സ്പോട്ട് ചെയ്ത് അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല ഡാമേജ്, അത്യാവശ്യം ഡാമേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ GTC അക്ഷയ അവിടെ എന്തായാലും ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ GTCയിലെ അക്ഷയനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ. മാഡി ഇപ്പോഴും അവിടെ ഓടി നടക്കുന്നേ ഉള്ളൂ. അപ്പം പിക്കാസു ഓടി നടക്കുകയാണ്. അപ്പം മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. അപ്പം മാഡി ഇപ്പോഴത്തൂടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയിട്ടുണ്ട്. എന്തായാലും അത് കണ്ടിട്ടില്ല ആശാൻ. എന്തായാലും അതൊന്ന് ക്ലോസിങ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മാപ്പ് ഒന്ന് ക്ലോസിങ് ചെയ്യുവാണെങ്കിൽ GOC ടീം അവിടെ ലൈവായിട്ടുണ്ട്. ETSലെ മെമ്പേഴ്സ് ലൈവായിട്ടുണ്ട്. ബാക്കിൽ കൂടെ ഫയറിംഗ് ഒക്കെ ടീം നമ്പർ 18 അവിടെ തിയോസിലെ മെമ്പേഴ്സ് അവിടെ ഫയർ ചെയ്യുന്നുണ്ട്. ടീം മെമ്പർ തിയോസ് ഒക്കെ അവിടെ 18-നെതിരെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ NSG ടീമിനെതിരെയാണെന്ന് തോന്നുന്നു. അതോ FX ടീമാണോ
ലോഡ് ടീമാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും അവിടെ ഫൈറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ മാഡി ഒറ്റയ്ക്ക് അവിടെ NSGയുമായിട്ടുള്ള ഫൈറ്റ് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ SFXലെ ആൽഫയൊക്കെ അവിടെ നിൽക്കാൻ 23 ടീം നമ്പർ 23നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. ഷമ്മി ഹീറോയെ അവിടെ റിവൈവ് ചെയ്യുന്നുണ്ട് NSG പ്രിൻസിനെ. അതോടൊപ്പം തന്നെ നമ്മുടെ തിയോസിലെ മെമ്പേഴ്സ് അടുത്ത് FX ആൽഫ അവിടെ ലോഡിലെ സാത്താനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ FX ആൽഫ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. FX ആൽഫ ഒരു സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിയോസിലെ മെമ്പേഴ്സ് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഫസ്റ്റ് എയ്ഡൊക്കെ അടിച്ചിട്ട് നിൽക്കുകയാണ്. MI കൂൾ ബോയ് അവിടെ റാങ്കോ പാണ്ഡേനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. MI വേഴ്സ് റാങ്കോ അവിടെ 19 ഓൺ ആയിട്ടുണ്ട്. MIയിലും മെമ്പേഴ്സ് ആൻഡ് ഫൈനൽ റാങ്കോ നോവ അവിടെ MI സ്കോർക്രോനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ലോഡ് സാഡാൻ FXലെ ആൽഫനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ MI കൂൾ ബോയ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. MI കൂൾ ബോയ് ആൻഡ് അൾട്രാൻസ് മാത്രമേ ഉള്ളൂ. റാങ്കോയിലെ പാണ്ഡെ അവിടെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. പാണ്ഡേനെ റിവൈവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. തൊട്ടടുത്ത് റാങ്കോ നിഞ്ചയൊക്കെ മോളിയൊക്കെ എടുത്തിട്ടുണ്ട്. MI കൂൾ ബോയ്ക്കൊക്കെ നല്ല ഡാമേജ് കിട്ടാൻ ചാൻസ്. കൂൾ ബോയ് അവിടെ ചാടിയിട്ടുണ്ട്. ഡെൽറ്റ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുത്തുകൊണ്ടിരിപ്പുണ്ട് കൂൾ ബോയിനെ. അപ്പോൾ കൂൾ ബോയ്ക്കെതിരെ ഫയർ കൊടുക്കാൻ ചോദിക്കും. ബാക്കിൽ നിന്ന് നിഞ്ച കയറി ചെല്ലുന്നുണ്ട്. നിഞ്ച കൂൾ ബോയുടെ അടുത്ത് സ്പോട്ട് ചെയ്ത് ഡെൽറ്റനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തായിരുന്നെങ്കിലും MI ടീമിനെ അവിടെ റാങ്കോ ടീം വൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനോഹരമായിട്ട് 19 ആ മത്സരവും നമുക്ക് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നോക്കുകയാണെങ്കിൽ ടെറർ ടീം അവിടെ സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ASNലെ മെമ്പേഴ്സ് അവിടെ സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സ്ട്രൈക്സിലെ മെമ്പേഴ്സ് അവിടെ സോണിൽ കയറിക്കൊണ്ടിരിക്കുന്നു. സ്ട്രൈക്സിലെ 19 ഏരിയ കൂടെ സോണിൽ കയറും. വാർഗോട്ട് ടീം തൊട്ട് പുറകെയുണ്ട് ഡെഡ്ലി ടീമിനെ എപ്പോൾ വേണമെങ്കിലും സ്പോട്ട് ചെയ്യാൻ. ഡെഡ്ലി ടീംസ് അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. സോണസ് ഒക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുള്ളൂ. ടീം വാർഗോഡ് വരുന്നത് നോക്കിയിരിക്കുകയെന്ന് തോന്നുന്നു. അപ്പോൾ വാർഗോഡിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവരെന്തായാലും വരുന്നത് നോക്കിയിരിക്കുകയാണ് നമ്മുടെ ടീം ഡെഡ്ലി. ബാക്കി മെമ്പേഴ്സിനെ നോക്കുവാണെങ്കിൽ ഡെഡ്ലി ഡെവിളിനെയൊക്കെ നോക്കാം. ഡെവിളൊക്കെ സ്പോട്ട് ചെയ്ത് വാർഗോഡിലെ മെമ്പേഴ്സ് ഓടുന്ന കണ്ടിട്ടുണ്ട്. എന്തായാലും വാർഗോഡ് ടീമിനെ അവിടെ സ്പോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വാർഗോഡ് കിൽറാറ്റിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർഗോഡ് ടീം ആൻഡ് നമ്മുടെ ഡെഡ്ലി ടീം അവിടെ ഓൺ ആയിട്ടുണ്ട്. വാർഗോഡ് ടീമിൻ്റെ അടുത്തേക്ക് NV1 വെർമൻ എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റാഷ് അവിടെ ഇടയ്ക്ക് ഓടുന്നുണ്ട്. സ്റ്റാഷിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. NV1 അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. NV1 അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കുന്നുണ്ട്. NV1 നല്ല അത്യാവശ്യം നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ട്. മെർമനും തൊട്ടടുത്ത് വാർഗോഡ് സ്റ്റാഷിനെ അവിടെ ഡെഡ്ലി സിദ്ധ് സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. കിൽറാറ്റിൻ്റെ അടുത്തേക്ക് ഡെഡ്ലി ഓടി ചെല്ലുന്നുണ്ട്. ഡെഡ്ലി ഡെവിൾ ഓടി ചെല്ലുന്നുണ്ട്. എന്തായാലും കിൽറാറ്റിൻ്റെ അടുത്തേക്ക് ഓടുന്നത് NV1 അവിടെ സ്പോട്ട് ചെയ്ത് സിദ്ധ വീണ്ടും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മർമൻ അവിടെ ഡെഡ്ലിനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. കിൽറാറ്റിൻ്റെ അടുത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡെവിൾ. അപ്പോൾ ഡെവിൾ എപ്പോൾ വേണമെങ്കിലും സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ചാൻസ് ഉണ്ട് കിൽറാറ്റിനെ. വാർഗോഡ് കിൽറാറ്റിൻ്റെ അരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡെഡ്ലി സ്പോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കിൽറാറ്റ് അവിടെ സ്പോട്ട് ചെയ്ത് M249 ഡെഡ്ലിനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഫിനിഷ് ചെയ്യുന്നത്. എന്തായാലും കിൽറാറ്റിന് അവിടെ മനോഹരമായിട്ട് കവറിക്കൂടെ ഡെഡ്ലി വിഷൻ അവിടെ മനോഹരമായ സ്പ്രേ കൊടുത്തിരുന്നു. അപ്പോൾ ഡെവിൾ എന്തായാലും അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. കിൽറാറ്റ് ഇപ്പോഴും അവിടെ ലൈവ് ആയിട്ടിരിക്കുന്നു. വാർഗോഡിൽ ഇനി മെർമൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. മെർമൻ എന്തായാലും അവിടെ റിവൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ NV1 അടുത്തേക്ക് ഓടിക്കൊണ്ട് സ്റ്റാഷിനെ അടുത്ത് റിവൈവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് മെർമൻ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. NV1 ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. NV1 ഇപ്പോൾ സോണിൻ്റെ തൊട്ടടുത്തുള്ള കവറിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഡെഡ്ലി വിഷൻ്റെ അടുത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. ഡെഡ്ലി വിഷൻ്റെ ഇപ്പുറത്തുനിന്ന് ഡെഡ്ലി സോനൂസ് ഇവിടെ വന്ന് സോണിന് വെളിയിൽ വന്ന് അടിച്ചിട്ടുണ്ട് ഡെഡ്ലി NV1. അപ്പോൾ മെർമൻ അവിടെ റിവൈവ് ചെയ്തോ എന്ന് അറിയത്തില്ല. എന്തായാലും സ്റ്റാഷിനെ റിവൈവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. സ്റ്റാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണെങ്കിൽ സ്റ്റാഷിനെ അവിടെ റിവൈവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഡെഡ്ലി മെമ്പേഴ്സിൻ്റെ മനോഹരമായ ഒരു ക്ലച്ചാണ് കാണാൻ സാധിക്കുന്നത്. വിഷൻ അവിടെ നിന്ന് ഫ്ലാങ്ക് ചെയ്ത് ചെല്ലുന്നുണ്ട്. സിദ്ധ അതുവഴി ഫ്ലാങ്ക് ചെയ്ത് ചെല്ലുന്നുണ്ട്. അപ്പോൾ പിക്കാസുവിനെ തിയോസിലെ ക്രേറ്റോസ് സ്പോട്ട് ചെയ്ത് മാഡിലെ പിക്കാസുവിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ. ഇപ്പോൾ വാർഗോഡ് ടീം മെമ്പേഴ്സിൻ്റെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. സോണിൻ്റെ ഇൻസ്റ്റൻ്റ്ലി ഡാമേജും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഡെഡ്ലി സിദ്ദിന് അവിടെ നല്ല ഡാമേജ് കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഡെഡ്ലി വിഷൻ്റെ അവിടെ മനോഹരമായ കവർ ഡെഡ്ലി വിഷൻ അവിടെ കവർ ചെന്ന് മെർമനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഡെഡ്ലി സോനൂസ് അടുത്തിട്ട് തന്നെ ഓടിയെത്തുന്നുണ്ട്. സോനൂസ് അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഡെഡ്ലി സോനൂസ് തൊട്ടടുത്തൂടെ തന്നെ എന്തായാലും ഓടിപ്പോയിട്ടുണ്ട്. അവർ ഡാമേജ് ഒന്നും കൊടുക്കാൻ നിന്നിട്ടില്ല. ഡെഡ്ലി സിദ്ദ് ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. കവർ കൊടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. സ്ട്രൈക്സിലെ മെമ്പേഴ്സ് ഇതെല്ലാം കണ്ട് അവിടെ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. സ്ട്രൈക്സ് ടീം അവിടെ ഓടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ടെറർ AK ആൻഡ് ETSൻ്റെ ഫൈറ്റ് ഓൺ ആയിട്ടുണ്ട്. ടെററിൻ്റെയാണ് ETSൻ്റെ ഫൈറ്റ് നോക്കാൻ നമ്മുടെ റാങ്കോ ടീമിനെ തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ETSലെ ബഗ്ഗൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ASN തൊട്ടടുത്ത് ടെറർ AK ഷമ്മി ഹീറോയെ അവിടെ പ്ലേസ് ഓണിപ്പെട്ട് ഡൗൺ ആയിട്ടുണ്ട്. ടെറർ AK ടെററിസ്റ്റ് ആയിട്ടെല്ലാം നിൽക്കുന്നത്. ടെററിലെ മെമ്പേഴ്സ് ആൻഡ് ETSലെ 2 മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റാണ് ഇപ്പോൾ നടക്കുന്നത്. തിയോസ് ടീം തൊട്ടടുത്ത് തന്നെ ഉണ്ട്. GOC ടീം തൊട്ടടുത്തുണ്ട്. GOC ടീമിൻ്റെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നത്. റാങ്കോ ടീമിൻ്റെ ഒരു ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. റാങ്കോ ടീം ആൻഡ് ടീം നമ്പർ 6 തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. ടെറർ AK അവിടെ ETSലെ അക്വാമാനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ടെറർ AK മനോഹരമായ സ്പ്രേ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ റാങ്കോയുടെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. റാങ്കോയുടെ ഫൈറ്റിൽ പോകുവാണെങ്കിൽ നോവ അവിടെ കയറി ചെല്ലുന്നുണ്ട്. നോവ അവിടെ കയറി ചെല്ലുന്ന ഒരു മെമ്പറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. നോവയുടെ തൊട്ടടുത്ത് നോക്കാം ASNലെ മെമ്പേഴ്സാണ്. ASNലെ മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റാണ് നടക്കുന്നത്. ASN ബാബ അവിടെ കയറി വരുന്നുണ്ട്. ബാബയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. റാങ്കോ നോവയ്ക്ക് നല്ല ഡാമേജ് കിട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. റാങ്കോ ഡെൽറ്റനെ അവിടെ തൊടാനുള്ള ജാസ്റ്റ് ചാൻസ് എന്ന് തോന്നുന്നു. എന്തായാലും ഡെൽറ്റ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നിഞ്ച അവിടെ കയറി ചെന്നിട്ടുണ്ട്. നിഞ്ച അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നോവ അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാബയ്ക്കെതിരെ ഫൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കയറി ചെന്നിട്ടുണ്ട്. എന്തായാലും റാങ്കോ ബാബാനെ അവിടെ സ്പോട്ട് ചെയ്ത് റാങ്കോ ഡൗൺ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ കൂടെ നമ്മുടെ ടെൻജാൻ വരുന്നുണ്ട്. ടെൻജാൻ അവിടെ സ്പോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ടെൻജാൻ അവിടെ സ്പോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഫയറിംഗ് നടക്കുന്നത് സ്ട്രൈക്സിൻ്റെ അടുത്തായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ
നോക്കട്ടെ. ടെററിൻ്റെ അടുത്തേക്ക് പോകാൻ ടെറർ സ്റ്റുവർട്ട് അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. ETSലെ മെമ്പേഴ്സിനെ എല്ലാം ടെററിലെ മെമ്പർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ടെറർ ഏക്കിനെ അവിടെ റിവൈവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. GOC ടീം മെമ്പേഴ്സിൻ്റെ സ്ഥിതി നോക്കുകയാണ്. GOC ടീം മെമ്പേഴ്സ് അവിടെ ഓടി നടക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. GOC കിൽ ഒരെണ്ണം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പം ടോപ്പ് 6 ടീമുകളായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. സ്നൈക്സ് മെമ്പേഴ്സ്, ASN ബാബ എന്തായാലും അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ASN ടെൻജാൻ അവിടെ ഡൗൺ. തിയോസിലെ മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുക്കുന്നുണ്ട്. ജിയൂസ് അവിടെ ഡൗൺ. GOCയിലെ മെമ്പേഴ്സിനെതിരെയാണ് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. GOC ഷമ്മിനെയൊക്കെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. GOC ഷമ്മി അവിടെ സ്പോട്ട് ചെയ്ത് ഹേഡീസിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഹേഡീസിൻ്റെ ആ പ്രകടനം എന്തായിരുന്നു എന്ന് മനസ്സിലായില്ല. എന്തായാലും തോർ അവിടെ ഫയർ കൊടുത്ത് GOC ഷമ്മിയൊക്കെ അവിടെ കയറി ചെല്ലുന്നുണ്ട്. GOCയിലെ ലിയാനോഡോ ആണ് ലിയാനോഡോ എന്തോന്ന് ആദ്യം കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. ലിയാനോഡോ അവിടെ കയറി ചെന്നത്. തിയോസിൽ 2 മെമ്പേഴ്സ് ഡൗൺ ആണ്. ഷമ്മി എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി GOC ബ്രിട്ടോ അവിടെ ഒരു മെമ്പറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. സ്ട്രൈക്സുമായിട്ടുള്ള ഫൈറ്റിലാണെന്ന് തോന്നുന്നു. GOC ബ്രിട്ടോ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. GOC സ്ട്രൈക്സിൽ ഡീമൺ ഗോഡ് അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. GOC ഏജന്റ് കില്ലർ അവിടെ നിൽക്കുന്നുള്ളൂ. ഏജന്റ് കില്ലറിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ സ്ട്രൈക്സിൽ ഡീമൺ ഗോഡ് ഉണ്ട്. ഡീമൺ ഗോഡുമായിട്ടുള്ള ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ട്രൈക്സ് ടീം വേഴ്സ് GOC അവിടെ ഡൗൺ ആയിട്ടുണ്ട്. GOCയിലെ ബാക്കി 2 മെമ്പേഴ്സ് താഴെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഏജന്റ് കില്ലർ അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്ട്രൈക്സിലെ ബാക്കി മെമ്പേഴ്സ് എല്ലാം എരമ്പി കയറി വരുന്നുണ്ട്. അപ്പോൾ ഓരോ മെമ്പേഴ്സിനായിട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. AK അവിടെ നല്ല ഫൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ട്രൈക്സ് ഹെൽസ് അവിടെ അടുത്തൊരു നെയ്ഡ് വന്നിട്ടുണ്ട്. ഏജന്റ് കില്ലറിൻ്റെ എന്താവും സ്ഥിതി എന്നറിയത്തില്ല. ഡെയ്മൺ ഗോഡിൻ്റെ മനോഹരമായ നെയ്ഡ് ഏജന്റ് കില്ലർ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നെയ്ഡ് വന്നതൊന്നും അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. GOC മെമ്പേഴ്സ് താഴെ നിന്ന് കയറി വരുന്നുണ്ട്. തിയോസുമായിട്ടുള്ള ഒരു ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് സ്ട്രൈക്സിലെ മെമ്പേഴ്സ്. തിയോസിലെ മെമ്പേഴ്സ് ഷമീനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഡാമേജ് കൊടുക്കാൻ. GOC ഷമീനെ അവിടെ എന്തായാലും ഡൗൺ ചെയ്തിട്ടുണ്ട്. അതേമാതിരി ഡെഡ്ലി ടീം അവിടെ സ്ട്രൈക്സിലെ മെമ്പേഴ്സുമെതിരെ ഫൈറ്റ് എടുക്കുന്നു. ഡെഡ്ലി ടീം അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. GOC ലിയാനോട് അവിടെ സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഡെഡ്ലി അവിടെ സ്ട്രൈക്സിലെ ഓരോരോ മെമ്പേഴ്സിനായിട്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സോൺ ഒന്ന് ചുരുങ്ങുമ്പോൾ ഇനി 4 ടീമുകൾ മാത്രം ബാക്കി. 11 പേര് ലൈവ്. 11 പേര്. സ്ട്രൈക്സിൽ ഹെൽസ് അവിടെ ഡൗൺ ആണ്. സീക്ക് അവിടെ ഡൗൺ ആണ്. ലിയാനോട് അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ലിയാനോടെ തിയോസിലെ തോറിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ലിയാനോടെ ഹെൽത്ത് ഓൾമോസ്റ്റ് ഡൗൺ ആണ്. അപ്പോൾ ഡെഡ്ലി വിഷൻ സ്ട്രൈക്സിലെ സെയ്ക്കിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഡീമൺ ഗോഡ് ഇപ്പോഴും കയറി വന്നില്ല. GOC ലിയാനോടെ പ്ലേ സോണിൽ പെട്ട് ഡൗൺ ആവുന്നു. തിയോസിലെ ക്രേറ്റോസ് എപ്പോഴും സോണിൽ കയറാനുണ്ട്. ഹേഡീസ് ആൻഡ് തോർ അവിടെ പതുക്കെ സോണിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. ക്രേറ്റോസ് മാത്രം നിൽക്കുന്നു. അപ്പോൾ സോണിൻ്റെ ഡാമേജ് മനോഹരമായിട്ടാണ് കിട്ടിക്കൊണ്ട്. ഡെഡ്ലി ടീമിൻ്റെ ഒരു രക്ഷയില്ലാത്ത പ്രകടനം. തിയോസിലെ ക്രേറ്റോസ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഡെഡ്ലി സിദ്, ഡെഡ്ലി സോനൂസ് വിഷൻ മനോഹരമായിട്ട് തന്നെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കും. സ്ട്രൈക്സിലെ ഡീമൺ ഗോഡ് വളരെ ഓപ്പണിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡെഡ്ലി ടീമിൻ്റെ അടുത്തേക്ക് നോക്കുവാണെങ്കിൽ തിയോസ് ക്രേറ്റോസിന് സോണിൻ്റെ ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. സ്ട്രൈക്സ് ഡീമൺ ഗോഡിന് സോണിൻ്റെ ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്ട്രൈക്സിലെ ഡീമൺ ഗോഡ് അവിടെ ഒറ്റയ്ക്ക് നിന്ന് എഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ അപ്പം ഇച്ചിരി ജസ്റ്റ് ഒരു ഹയർ റീജിയൻ കവറിലാണ് തൽക്കാലം നിൽക്കുന്നത്. അപ്പോൾ ഡെഡ്ലി ടീം മെമ്പേഴ്സ് കയറി വരുന്നുണ്ട്. വളരെ ഓപ്പണിലാണ് സ്ട്രൈക്സിലെ ഡീമൺ ഗോഡിനെ സ്പോട്ട് ചെയ്ത് ഇൻസ്റ്റൻ്റായിട്ട് ഫിനിഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡീമണിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഡീമൺ ഇപ്പോഴും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ഡെഡ്ലി വിഷനൊക്കെ സ്പോട്ട് ചെയ്ത് അപ്പോൾ വളരെ ഓപ്പണിലാണ് നിൽക്കുന്നത്. പച്ചലയൊക്കെ ഇട്ട് കയറി ചെല്ലുകയാണ്. അപ്പം പച്ചലക്കാരനെ സ്പോട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ല. വിഷൻ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വിഷൻ അവിടെ നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട് സ്ട്രൈക്സിൽ. എന്തോ പറ്റി പെട്ടെന്ന് തന്നെ. അപ്പോൾ GOC സ്ട്രൈക്സിൽ ഡീമൺ ഗോഡിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. മെമ്പേഴ്സ് എല്ലാം ചട്ടപ്പെട്ട ആട്ടിക്കിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെഡ്ലി ടീം അങ്ങനെ ചിക്കൻ ഡൈനറും കൊണ്ട് പോയിട്ടുണ്ട്. നമ്മുടെ GOC പ്രോ ലീഗിലെ ചിക്കൻ ഡൈനറുമായിട്ട് ഡെഡ്ലി ടീം 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സ്ട്രൈക്സിലെ മെമ്പേഴ്സ് 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുമ്പോൾ തിയോസിലെ മെമ്പേഴ്സ് 3ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. GOC ടീം 4ാം സ്ഥാനത്ത്. ടെററിലെ മെമ്പേഴ്സ് 5ാം സ്ഥാനത്ത്. ASN 6, ETS 7ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്ത് നിൽക്കുന്നത്. വാർഗോഡിലെ മെമ്പേഴ്സ് 8ാം സ്ഥാനത്ത്. 9ാം സ്ഥാനത്ത് റാങ്കോ ടീം. 10ാം സ്ഥാനത്ത് ഓക്സൺ ഗെയിമിങ്സ്. NSG 11ാം സ്ഥാനത്ത്. 12ാം സ്ഥാനത്ത് മാഡിലെ മെമ്പേഴ്സ്. ലോട്ട് ടീം 13ാം സ്ഥാനത്ത്. 14ാം സ്ഥാനത്ത് MIFX ടീം 15ാം സ്ഥാനത്ത്. നമ്മുടെ ടോക്സിക് നേഷൻ മെമ്പേഴ്സ് 16ാം സ്ഥാനത്ത്. NEXലെ മെമ്പേഴ്സ് 17ാം സ്ഥാനത്ത്. ടീം HGNലെ മെമ്പേഴ്സ് 18ാം സ്ഥാനത്ത്. ടൈറൻസിലെ മെമ്പേഴ്സ് 19ാം സ്ഥാനത്ത്. ഗോറിലെ മെമ്പേഴ്സ് 20ാം സ്ഥാനത്ത്. ഫിനിക്സ് ടീം 21ാം സ്ഥാനത്ത്. നമ്മുടെ TF മെമ്പേഴ്സ് 22ാം സ്ഥാനത്ത്. 23ാം സ്ഥാനത്ത് Z3. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഫൈറ്റ് റിസൾട്ട്സ്.